ഹലോ എവരി വൺ, വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് NIOS +2 പൊളിറ്റിക്കൽ സയൻസിലെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ പാർലമെന്റ് ആണ്. NIOS +2 പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്റർ 11 ഇന്ത്യൻ പാർലമെന്റ്. നമ്മള് 10ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിരുന്നു. രാഷ്ട്രപതിയെ കുറിച്ചും ഉപരാഷ്ട്രപതിയെ കുറിച്ചും അതേപോലെ പ്രധാനമന്ത്രിയെ കുറിച്ചും ക്യാബിനറ്റ് മന്ത്രിസഭാംഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ 10ാമത്തെ യൂണിറ്റിൽ മനസ്സിലാക്കിയതാണ്. അപ്പൊ ഇനിയും ആ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്നും നമുക്കറിയാം. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുമ്പോൾ 2 സഭകളാണുള്ളത്, ലോകസഭയും രാജ്യസഭയും. അപ്പൊ ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ഹൗസ് ആണ് ഏത്? അപ്പർ ഹൗസ് ആയിട്ടാണ് രാജ്യസഭയെ അറിയപ്പെടുന്നത്. ലോവർ ഹൗസ് ആയിട്ടാണ് ലോകസഭയെ അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ഇന്ത്യൻ പാർലമെന്റിനെ 2ആയി തിരിച്ചിട്ടുണ്ട്. ലോകസഭ എന്നും രാജ്യസഭ എന്നും. ആ രാജ്യസഭയെ അപ്പർ ഹൗസ് എന്നും ഉയർന്ന തട്ട് എന്നും ലോകസഭയെ ലോവർ ഹൗസ് എന്നുമാണ് പറയാറുള്ളത്. ഇന്ത്യൻ പാർലമെന്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. നോക്കൂ, ഇന്ത്യൻ പാർലമെന്റിന്റെ സ്ട്രക്ചർ അഥവാ ഘടന എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ പാർലമെന്റിന്റെ സ്ട്രക്ചർ അഥവാ ഘടന: രാഷ്ട്രപതി ഉണ്ടായിരിക്കും, രാജ്യസഭാംഗങ്ങൾ ഉണ്ടായിരിക്കും, ലോകസഭാംഗങ്ങളും ഉണ്ടായിരിക്കും. ഇന്ത്യൻ പാർലമെന്റിന്റെ ഘടന 3 എണ്ണാണുള്ളത്: രാഷ്ട്രപതി, രാജ്യസഭാംഗങ്ങൾ, ലോകസഭാംഗങ്ങൾ. രാജ്യത്തിന്റെ പരമോന്നത ഭരണത്തലവൻ എന്നാണ് രാഷ്ട്രപതിയെ അറിയപ്പെടാറ്. പാർലമെന്റിന്റെ അഭിന്ന ഘടകമാണിത്. പാർലമെന്റിൽ നിന്നും ഒരു അഭിന്നമായിട്ടുള്ള ഘടകമാണ് രാഷ്ട്രപതി. മാത്രല്ല, രാഷ്ട്രത്തിന്റെ പരമോന്നത ഭരണത്തലവൻ. കാരണം ഇന്ത്യയിലെ ഓരോ ഭേദഗതിയാണെങ്കിലും ബില്ലുകളാണെങ്കിലും അതൊക്കെ നടപ്പാക്കണമെങ്കിൽ ആരുടെ അനുമതി വേണം? ഇന്ത്യൻ പ്രസിഡന്റിന്റെ പെർമിഷൻ ആവശ്യമാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് എല്ലാ കാര്യങ്ങളും, ഏത് ആർട്ടിക്കിളിൽ മാറ്റം വരുത്തണമെങ്കിലും അതേപോലെ തന്നെ പുതിയ ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കണമെങ്കിലും ഭരണഘടനയിൽ എന്ത് മാറ്റം വരുത്തണമെങ്കിലും അത് ആരുടെ ഓർഡർ അനുസരിച്ചും പെർമിഷൻ അനുസരിച്ചും ആയിരിക്കും? നമ്മുടെ രാഷ്ട്രപതിയുടെ തീരുമാനപ്രകാരമായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത ഭരണത്തലവൻ എന്ന് പറയാനുള്ള കാരണം. ഇനി രാജ്യസഭ, സംസ്ഥാനങ്ങളുടെ പ്രതിനിധി സഭയാണ് രാജ്യസഭ, അപ്പർ ഹൗസ്. നമുക്ക് 29 സംസ്ഥാനങ്ങളിൽ നിന്നും വിജയിച്ച നിയമസഭയിലേക്ക് വിജയിക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കും ഏത്? രാജ്യസഭ. ലോകസഭ എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്, അഥവാ താഴത്തെ സഭ, ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് എന്ന് പറയും. അപ്പൊ പാർലമെന്റിന്റെ ഘടന നിങ്ങൾക്ക് മനസ്സിലായി. 3 ഘടനയാണ് പാർലമെന്റിനുള്ളത്: രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ. ഓക്കെ, അടുത്തത് നോക്കൂ. രാജ്യസഭയും അതേപോലെ തന്നെ ഉപരിസഭയുമാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. രാജ്യസഭ ആൻഡ് ഉപരിസഭ. രാജ്യസഭ എന്ന് പറയുമ്പോൾ സ്ഥിരം സഭ, ഒരു സ്ഥിരം സഭയായിട്ടാണ് രാജ്യസഭയെ കാണപ്പെടുന്നത്. പിരിച്ചുവിടാൻ കഴിയുകയില്ല. ഓരോ 2 വർഷം കൂടുമ്പോഴും 3-ൽ 1 അംഗമാണ് വിരമിക്കുന്നത്. അപ്പൊ ഒരു സ്ഥിരം സഭയായിരിക്കും എപ്പോഴും രാജ്യസഭ. അതാത് സംസ്ഥാനങ്ങളിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആ സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭാംഗങ്ങളായിരിക്കും രാജ്യസഭയിൽ ഉണ്ടാവുക. ഓരോ 2 വർഷം കൂടുമ്പോഴും 3-ൽ 1 അംഗം എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? വിരമിക്കണം. അംഗസംഖ്യ എന്ന് പറയുന്നത് പരമാവധി 250 അംഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ രാജ്യസഭയെ ഉപരിസഭ എന്നും പറയും. അതൊരു സ്ഥിരം സഭയാണ്, പിരിച്ചുവിടാൻ കഴിയില്ല. ഓരോ 2 വർഷം കൂടുമ്പോഴും 3-ൽ 1 അംഗങ്ങൾ വിരമിക്കേണ്ടതായി വരുന്നു. അംഗസംഖ്യ എന്ന് പറയുന്നത് പരമാവധി 250 ആണ്. രാഷ്ട്രപതി 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു. കാലാവധി അഥവാ പ്രായം, കാലാവധി 6 വർഷമായിരിക്കണം. രാജ്യസഭയിലെ അംഗങ്ങൾക്ക് 30 വയസ്സ് തികഞ്ഞിരിക്കണം. പിന്നെ ഇന്ത്യൻ പൗരനായിരിക്കണം.
ഇപ്പൊ രാജ്യസഭയെ അഥവാ ഉപരിസഭ എന്ന് പറയുന്നു. അതൊരു സ്ഥിരം സഭയാണ്. അതിനെ പിരിച്ചുവിടാൻ സാധിക്കില്ല. ഓരോ 2 വർഷം കൂടുമ്പോഴും 3-ൽ 1 അംഗമാണ് വിരമിച്ചു പോവുകയാണ് ചെയ്യുക. അംഗസംഖ്യ പരമാവധി 250 ആണ്. രാഷ്ട്രപതി 12 അംഗങ്ങളെ നാമനിർദ്ദേശം പുറത്തുനിന്ന് ചെയ്യും. കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. ഏറ്റവും കുറഞ്ഞ പ്രായം രാജ്യസഭയിലേക്ക് 30 വയസ്സാണ്. ഇതാണ് നമ്മുടെ രാജ്യസഭ. മാത്രമല്ല ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ ഇത്രയും പഠിച്ചത് രാജ്യസഭ അല്ലെങ്കിൽ ഉപരിസഭ എന്ന് പറയും. രാജ്യസഭയെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമ്മൾ ലോകസഭയെ കുറിച്ചാണ് പഠിക്കുന്നത്. ലോകസഭ കൂടിയത് നോക്കൂ. ആ പിക്ചറിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ലോകസഭയുടെ സമ്മേളനമാണ് കേട്ടോ. ലോകസഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പായിരിക്കും. ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന സഭയായിരിക്കും ലോകസഭ. പരമാവധി 650 അംഗങ്ങളായിരിക്കും ലോകസഭയിൽ ഉണ്ടായിരിക്കുക. ഇപ്പൊ ജനങ്ങൾ ലോകസഭാ ഇലക്ഷനിൽ നമുക്കറിയാം നമ്മളുടെ സംസ്ഥാനത്ത് നിന്നൊക്കെ പിമാരെ തെരഞ്ഞെടുക്കും അല്ലേ. ആ പിമാരാണ് ലോകസഭാ അംഗങ്ങളാവുക. ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ നിന്നും ഏകദേശം 20 പിമാരെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോ ആ പിമാര് അതില് നമുക്കറിയാം 18 ആളുകൾ കോൺഗ്രസിൽ നിന്നും, ഒരാള് മാർക്സിസ്റ്റിൽ നിന്നും, ഒരാള് BJPയിൽ നിന്നും, അങ്ങനെ മൊത്തം 20 പിമാരാണ് നമ്മളുടെ കഴിഞ്ഞ ലോകസഭാ ഇലക്ഷനിൽ കേരളത്തിൽ നിന്നും പോയിട്ടുള്ളത്. അങ്ങനെ ഓരോ സംസ്ഥാനത്തിൽ നിന്നും പിമാരുണ്ടായിരിക്കും. അവരുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 550 അംഗങ്ങളാണ്. കാലാവധി പ്രായം എന്ന് പറയുന്നത് സാധാരണ കാലാവധി 5 വർഷം. 25 വയസ്സെങ്കിലും പൂർത്തിയായ ഒരാൾക്ക് മാത്രമേ ലോകസഭയിൽ അംഗമാകാൻ പാടുകയുള്ളൂ. മാത്രമല്ല വോട്ടവകാശം 18 വയസ്സിനും അതിനു മുകളിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് വോട്ട് ചെയ്യാം. ലോകസഭ തെരഞ്ഞെടുപ്പിൽ എത്ര വയസ്സായവർക്കാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റിയ? 18 വയസ്സ്. അതേ മാത്രമല്ല ലോകസഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? സ്പീക്കർ ആയിരിക്കും. രാജ്യസഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നത് ആരായിരുന്നു? ഉപരാഷ്ട്രപതിയായിരുന്നു. എന്നാൽ ലോകസഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് സ്പീക്കർ ആയിരിക്കും കേട്ടോ. സഭ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. രാഷ്ട്രപതിക്ക് ലോകസഭ വേണമെങ്കിൽ എന്ത് ചെയ്യാം? പിരിച്ചുവിടാം. നിയന്ത്രിക്കുന്നത് സ്പീക്കർ ആണെങ്കിൽ പോലും ലോകസഭ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഇന്ത്യൻ പാർലമെന്റ്, അതില് ഇന്ത്യൻ പാർലമെന്റിന് 3 ഘടന ഉണ്ട്. രാഷ്ട്രപതി ഉണ്ട്, രാജ്യസഭ ഉണ്ട്, ലോകസഭ ഉണ്ട്. അതിൽ രാജ്യസഭ അഥവാ ഉപരിസഭ എന്താന്ന് നമ്മൾ പഠിച്ചു. മാത്രല്ല ലോകസഭ എന്താന്ന് പഠിച്ചു. ലോകസഭ എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന സഭ. പരമാവധി 550 അംഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. വോട്ടവകാശം എന്ന് പറയുന്നത് 18 വയസ്സ് പൂർത്തിയായ ആർക്കും എന്ത് ചെയ്യാം? വോട്ടവകാശമുണ്ട്. അധ്യക്ഷൻ എന്ന് പറയുന്നത് സഭ നിയന്ത്രിക്കുന്നത് സ്പീക്കർ ആയിരിക്കും. രാഷ്ട്രപതിക്ക് ലോകസഭ പിരിച്ചുവിടാം. അടുത്തതാണ് ലോകസഭാ സ്പീക്കറുടെ പ്രധാന അധികാരങ്ങൾ. ലോകസഭാ സ്പീക്കറുടെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി ഡിസ്കഷൻ ചെയ്യുന്നത്. ലോകസഭയെ നിയന്ത്രിക്കുക സ്പീക്കർ ആയിരിക്കും. സ്പീക്കറിന്റെ അധികാരങ്ങൾ, പവേഴ്സ് ഓഫ് ലോകസഭാ സ്പീക്കർ എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എഴുതേണ്ടത്? സഭയെ നിയന്ത്രിക്കുക, അവകാശങ്ങൾ സംരക്ഷിക്കുക, കാസ്റ്റിംഗ് വോട്ട്, അതേപോലെ തന്നെ സംയുക്ത സമ്മേളനം. അപ്പൊ പവേഴ്സ് ഓഫ് സ്പീക്കർസ്, ലോകസഭയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ലോകസഭാ സ്പീക്കറുടെ അധികാരങ്ങൾ, പവേഴ്സ് ഓഫ് ലോകസഭാ സ്പീക്കർ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. പവേഴ്സ് ഓഫ് ലോകസഭാ സ്പീക്കർ എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ലോകസഭാ സ്പീക്കറുടെ പ്രധാന അധികാരങ്ങളാണ് നമ്മൾ പറയുന്നത്. സഭ നിയന്ത്രണം, അവകാശ സംരക്ഷണം, കാസ്റ്റിംഗ് വോട്ട്, സംയുക്ത സമ്മേളനം. സഭ നിയന്ത്രണം എന്ന് പറഞ്ഞാല്
യോഗങ്ങൾ നിയന്ത്രിക്കുക, അംഗങ്ങൾക്ക് സംസാരിക്കാൻ അനുമതി നൽകുക, ബില്ലുകളും പ്രമേയങ്ങളും വോട്ടെടുപ്പിനിടുക. ഇതാണ് സഭ നിയന്ത്രണം. ഇപ്പൊ ലോകസഭയിലെ സ്പീക്കറുടെ ചുമതല എന്താണ്? സഭയെ നിയന്ത്രിക്കുക. ലോകസഭ കൂടുമ്പോൾ ആ സഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുക. അതേപോലെ തന്നെ സഭയെ നിയന്ത്രിക്കുന്നത് ലോകസഭാ സ്പീക്കർ ആയിരിക്കും. യോഗങ്ങൾ നിയന്ത്രിക്കുക, അംഗങ്ങൾക്ക് സംസാരിക്കാനുള്ള അനുമതി നൽകുക, ബില്ലുകളും പ്രമേയങ്ങളും വോട്ടെടുപ്പിന് ഇടുക. ഇതാണ് സഭ നിയന്ത്രണം. അടുത്തതാണ് അവകാശ സംരക്ഷണം. സഭാംഗങ്ങളുടെ അവകാശങ്ങളും പ്രത്യേക അവകാശങ്ങളും സംരക്ഷിക്കുന്നു. കൂറുമാറ്റത്തിൽ അംഗത്വം റദ്ദാക്കാം. ഇപ്പോൾ സഭാംഗങ്ങളുടെ അവകാശങ്ങളും പ്രത്യേക അവകാശങ്ങളും സംരക്ഷിക്കുകയും കൂറുമാറ്റത്തിന്റെ അംഗത്വം റദ്ദാക്കുകയും ചെയ്യുന്നു. ഇനി കാസ്റ്റിംഗ് വോട്ട്. സമവോട്ടുണ്ടായാൽ സ്പീക്കർക്ക് നിർണായക വോട്ട് ഉപയോഗിക്കാം. വോട്ട് ഒരേപോലെ ആയി കഴിഞ്ഞാൽ സ്പീക്കർക്ക് എന്ത് ചെയ്യാം? കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിക്കാം. ഇപ്പോ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഒരേപോലെയാണ് വോട്ടിന്റെ ഇത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആരേനെ മന്ത്രിയാക്കണം, അത് മറ്റുള്ള ചുമതലകളൊക്കെ തീരുമാനിക്കേണ്ടത് ആരാണ്? കാസ്റ്റിംഗ് വോട്ട് ആരാ ചെയ്യാണ്? സ്പീക്കർ ആയിരിക്കും. സംയുക്ത സമ്മേളനം. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിന് സ്പീക്കർ അധ്യക്ഷത വഹിക്കുന്നു. ഇരുസഭ എന്ന് പറഞ്ഞാൽ ലോകസഭയുടെയും രാജ്യസഭയുടെയും ഒന്നിച്ചുകൊണ്ടുള്ള സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുക സ്പീക്കർ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലോകസഭാ സ്പീക്കറുടെ പ്രധാന അധികാരങ്ങളായിട്ട് പറയുന്നത്. സഭയെ നിയന്ത്രിക്കുക, അവകാശ സംരക്ഷണം, കാസ്റ്റിംഗ് വോട്ട്, സംയുക്ത സമ്മേളനം. ഇനി നമ്മള് ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ്, ഒരു പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പാർലമെന്റിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. കുട്ടികളെ, നിങ്ങൾക്ക് ഇതിലൊക്കെ ടീച്ചർ കൂടുതൽ പോയിന്റ്സിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിൽ വരുന്ന എക്സ്പ്ലനേഷൻ ഷോർട്ടായിട്ടാണ് തരുന്നത്. നിങ്ങൾ അത് വെച്ചിട്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്, ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഗൈഡ് നിങ്ങൾ വായിക്കണം കേട്ടോ. പേജ് നമ്പർ 82 ചാപ്റ്റർ 11. എന്നിട്ട് നിങ്ങൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? പൊളിറ്റിക്സിന്റെ NIOSന്റെ ഈ ഗൈഡ് എന്ത് ചെയ്യണം? ഉപയോഗിച്ച് അത് നന്നായിട്ട് വായിക്കുക. ഇത് കേട്ടതിന് ശേഷം അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ് ആണ് അടുത്തതായിട്ട് എടുക്കുന്നത്. പാർലമെന്റിന്റെ പ്രധാന പ്രവർത്തനങ്ങളെ കുറിച്ച്. ഒന്നാമത്തെ പ്രവർത്തനമാണ് നിയമനിർമ്മാണ പ്രവർത്തനം. പാർലമെന്റിന്റെ ഫസ്റ്റ് ഫങ്ഷൻ ആണ് നിയമനിർമ്മാണ പ്രവർത്തനം. യൂണിയൻ കൺകറന്റ് ലിസ്റ്റുകളുടെ നിയമനം നിർമ്മിക്കൽ, കേന്ദ്ര നിയമത്തിന് മുൻതൂക്കം, അതൊക്കെയാണ് നിയമനിർമ്മാണ പ്രവർത്തനം. പാർലമെന്റിന്റെ ഒന്നാമത്തെ പ്രവർത്തനമാണ് നിയമനിർമ്മാണ പ്രവർത്തനം. നിയമനിർമ്മാണ പ്രവർത്തനത്തിൽ എന്തൊക്കെ ചെയ്യുക? യൂണിയനെ കൺകറന്റ് ലിസ്റ്റുകൾ നിയമിക്കുക, കേന്ദ്ര നിയമനത്തിന് മുൻതൂക്കം കൊടുക്കുക, ഇതൊക്കെയാണ് ഏത്? നിയമനിർമ്മാണ പ്രവർത്തനം. അടുത്തതാണ് കാര്യനിർവഹണ പ്രവർത്തനം. കാര്യനിർവഹണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ചോദ്യോത്തര വേളകളിൽ ചോദ്യോത്തര വേളകൾ ഉണ്ടായിരിക്കും. രാജ്യസഭയിലും ലോകസഭയിലും ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് വേണ്ട ഉത്തരങ്ങൾ നൽകുകയും വേണം. അപ്പോ ആ ചോദ്യോത്തര വേള കൈകാര്യം ചെയ്യുക. നോ കോൺഫിഡൻസ് മോഷൻ, സെൻസർ മോഷൻ മുഖേന സർക്കാരിനെ നിയന്ത്രിക്കുന്നു. അപ്പോ കാര്യനിർവഹക നിയന്ത്രണം പാർലമെന്റിന്റെ പ്രവർത്തനമാണ്. അതേപോലെ സാമ്പത്തിക പ്രവർത്തനം. പൊതുപണത്തിന്റെ സംരക്ഷകർ. പാർലമെന്റിന്റെ അംഗീകാരമില്ലാതെ സർക്കാർ പണം ചെലവഴിക്കാനാവില്ല. സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും പ്രവർത്തനം കൈകാര്യം ചെയ്യുക പാർലമെന്റിലാണ്. അടുത്തതാണ് ഭരണഘടനാ ഭേദഗതി, മറ്റവകാശങ്ങൾ. തെരഞ്ഞെടുപ്പ്, നീക്കം ചെയ്യാനുള്ള അധികാരം, ഭരണഘടനയിൽ ഭേദഗതി വരുത്തുക, മാറ്റം വരുത്തുക, ഇതൊക്കെ ആരുടെ പ്രവർത്തനമാണ്? ഈ പാർലമെന്റിന്റെ പ്രവർത്തനമാണ്. അതാണ് ഭരണഘടനാ ഭേദഗതി, മറ്റവകാശങ്ങൾ. ഇപ്പൊ പാർലമെന്റിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നിയമനിർമ്മാണ പ്രവർത്തനം, യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പുതിയ നിയമം നിർമ്മിക്കുകയും കേന്ദ്രത്തിന് മുൻതൂക്കം നൽകുന്നതൊക്കെ നിയമനിർമ്മാണ പ്രവർത്തനത്തിലാണ്. അതിന് കാര്യനിർവാഹക നിയന്ത്രണം, സാമ്പത്തിക പ്രവർത്തനം, ഭരണഘടനാ ഭേദഗതി, മറ്റവകാശങ്ങൾ, ഇതൊക്കെയാണ് പാർലമെന്റിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ്. ഈ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് നിർമ്മിക്കുക?
നിയമങ്ങളെ ഒരു ബില്ല് നിയമമാകുക എങ്ങനെ? ആദ്യം എന്ന് പറയുന്നത് ഒന്നാം ഘട്ടാട്ടോ. ബില്ലിന്റെ ഒന്നാം ഘട്ടത്തെയാണ് ആദ്യം എന്ന് പറയാ. ബില്ല് ആദ്യം വായിച്ചു കൊടുക്കും. പിന്നെ രണ്ടാം ഘട്ടത്തിലാണ് ഇരുസഭകളിലും അത് ആദ്യം ഒന്ന് ബില്ല് വായിക്കും, അതിനുശേഷം ഇരുസഭകളിലും വായിക്കും. മൂന്നാം ഘട്ടം അത് ആ ബില്ലിന് വോട്ട് എത്ര കിട്ടുന്നത്, എത്ര ലോകസഭയത്തെ ആളുകളും രാജ്യസഭയത്തെ ആളുകളും അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ തെരഞ്ഞെടുപ്പ് വോട്ട് നടത്തും. പിന്നെ ആ വോട്ടിന്റെ എണ്ണി തിട്ടപ്പെടുത്തലാണ്. പിന്നെ രാഷ്ട്രപതിയുടെ അനുമതിക്കായിട്ട് വിട്ടുകൊടുക്കും. ഇങ്ങനെയാണ് ഒരു നിയമനിർമ്മാണ നടപടിക്രമം ഉണ്ടാകാറുള്ളത്. അപ്പൊ മക്കളെ, നമുക്കറിയാം ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയ, നിയമനിർമ്മാണ നടപടിക്രമം, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൈഡിലെ 15ാമത്തെ ക്വസ്റ്റ്യനിൽ ഉണ്ട് കേട്ടോ. ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള്. ആദ്യം ഒന്നാം വായനയിൽ എന്താണ്? ഒന്നാം വായന എന്നറിയപ്പെടുന്നത് ബില്ലിന്റെ അവതരണമാണ്. ഒരു ബില്ല് നടപ്പാക്കുമ്പോൾ ആദ്യത്തേതാണ് ഒന്നാം വായന. സഭയുടെ അനുമതി വാങ്ങിയതിനു ശേഷം ആ ബില്ല് വിശദീകരിക്കുന്നതാണ് ഒന്നാം വായന. ഇനി ബില്ലിന് എന്തെങ്കിലും തരത്തിൽ എതിർപ്പ് നേരിടുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ എതിർപ്പ് കാണിക്കുന്നത് എന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യും വേണം. അതേപോലെ തന്നെ ബില്ലിന് എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടെങ്കിൽ ഒന്നാം വായനയിൽ അതായത് ഏതെങ്കിലും രീതിയിൽ ആ ബില്ലില് വിവാദം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്ത് ചെയ്യണ്ട, ഒന്നാം വായനയിൽ ചർച്ച ആവശ്യമില്ല. ഇപ്പൊ ഒരു ബില്ല്, ഒരു നിയമനിർമ്മാണ നടപടിക്രമമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതാണ് ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ ആദ്യത്തെ ഘട്ടമാണ് ഒന്നാം വായന. ഒന്നാം വായനയില് എന്താ ചെയ്യുക, ബില്ലിനെ കുറിച്ചിട്ട് സഭയില് എന്ത് ചെയ്യും, അവതരിപ്പിക്കുകയാണ് ചെയ്യുക. ഇനി എതിർപ്പ് നേരിടുകയാണെങ്കിൽ ആ എതിർപ്പ് എന്തുകൊണ്ടാണ് ആ എതിർപ്പ് നേരിടുന്നത് എന്ന് വിശദീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഒരു എതിർപ്പും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബില്ല് കൂടുതൽ ചർച്ചയ്ക്ക് ഇടേണ്ട ആവശ്യമില്ല. രണ്ടാം വായന എന്ന് പറയുന്നത് ബില്ലിന്റെ രണ്ടാം ഘട്ടമാണ്. രണ്ടാം വായന എന്ന് പറയുന്നത് ബില്ലിന്റെ രണ്ടാം ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ബില്ലിന്റെ അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഒരു ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ എന്താണ് ആ ബില്ലിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അടിസ്ഥാനപരമായ തത്വങ്ങൾ എന്തൊക്കെയെന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മാത്രല്ല ബില്ല് അടിയന്തരമായി പരിഗണിക്കണമെന്ന് അവതാരകൻ അഭിപ്രായപ്പെടും. അല്ലാത്ത പക്ഷം അതെന്ത് ചെയ്യും, സെലക്ട് കമ്മിറ്റിക്കോ മറ്റ് ഇരുസഭയിലെയും സംയുക്ത സെലക്ട് കമ്മിറ്റിക്കോ പരിഗണിക്കാനായിട്ട് അയക്കുന്നതിന് ആവശ്യപ്പെടാം. പിന്നെ ബില്ല് പൊതുജനാഭിപ്രായം അറിയുന്നതിന് വേണ്ടിയിട്ടും അയക്കാം. അതൊക്കെ രണ്ടാം ഘട്ടത്തിലാണ് വരിക. മൂന്നാം ഘട്ടം എന്ന് പറയുന്നതാണ് കമ്മിറ്റി ഘട്ടം. നമുക്കറിയാം രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങളെ കൊണ്ട് ആ ബില്ലിന് സമ്മതാണോ അല്ലേ എന്നുള്ളത് ഒരു വോട്ട് നടത്തിപ്പിക്കും. പിന്നെ നാലാം ഘട്ടം പിന്നെ റിപ്പോർട്ട് ഘട്ടമാണ്. ആ ബില്ലിനെ കുറിച്ചിട്ട് ബില്ലിന്റെ നാലാമത്തെ ഘട്ടമാണ് റിപ്പോർട്ട് ഘട്ടം. ആ റിപ്പോർട്ട് പരിഗണിക്കുന്നതിന് നിശ്ചയിച്ച ദിവസം റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്ന് അവതാരകൻ സഭയോട് ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് പ്രകാരം ആളുകൾക്ക്, എല്ലാ അംഗങ്ങൾക്കും ബില്ല് പാസ്സാവണേന്ന് കൊണ്ട് താല്പര്യമാണെങ്കിൽ ആ ബില്ല് പിന്നെ അവസാനം എന്ത് ചെയ്യും, രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. മൂന്നാം വായന എന്നൊക്കെ പറയും. അത് രാഷ്ട്രപതിയാണ് പിന്നീട് ആ ബില്ല് എന്ത് ചെയ്യുക, നടപ്പാക്കാനുള്ള അനുമതി കൊടുക്കുക, പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കും. ഇതൊക്കെയാണ് ഒരു പാർലമെന്റിലെ നിയമനിർമ്മാണ നടപടിക്രമം. നിങ്ങളുടെ ഗൈഡിലെ 15ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആ ക്വസ്റ്റ്യന്റെ ആൻസർ പഠിച്ചാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് ബില്ലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും 2 തരം ബില്ലുകളാണുള്ളത്. മണി ബില്ലും അതേപോലെ ബജറ്റും. ബില്ലുകൾ പാസ്സാക്കുക എന്ന് പറഞ്ഞാല് പ്രധാനമായും പാർലമെന്റിൽ പാസ്സാക്കുന്ന ബില്ല് മണി ബില്ലും ബജറ്റും ആണ്. എല്ലാ വർഷവും നമുക്കൊരു ബജറ്റ് ഉണ്ട് അല്ലെ. മണി ബില്ല് ലോകസഭയിൽ മാത്രമാണ് മണി ബില്ല് അവതരിപ്പിക്കുന്നത്. രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശ ആവശ്യമാണ്. രാജ്യസഭയ്ക്ക് 14 ദിവസം മാത്രം പരിഗണിക്കാം. രാജ്യസഭയ്ക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മണി ബില്ലാണോ എന്നതിൽ സ്പീക്കറുടെ തീരുമാനം അന്തിമമാണ്. ഇപ്പൊ മണി ബില്ലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ലോകസഭയിൽ മാത്രമാണ് മണി ബില്ല് അവതരിപ്പിക്കുക. രാജ്യസഭയിൽ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശ എവിടെ ആവശ്യമാണ്? മണി ബില്ലിൽ ആവശ്യമാണ്. രാജ്യസഭയ്ക്ക് 14 ദിവസം മാത്രം പരിഗണിക്കാം.
രാജ്യസഭയ്ക്ക് മണി ബില്ല് തള്ളിക്കളയാൻ കഴിയില്ല. മണി ബില്ലാണോ എന്നത് സ്പീക്കറുടെ തീരുമാനം അവസാനമായിരിക്കും, അല്ലെങ്കിൽ അന്തിമമായിരിക്കും. അടുത്തതാണ് ബജറ്റ്. ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർക്കാരിന്റെ പ്രതീക്ഷിക്കുന്ന വരുമാനവും ചെലവും കാണിക്കുന്ന വാർഷിക സാമ്പത്തിക പ്രസ്താവനയാണ് ബജറ്റ്. സർക്കാരിന്റെ പ്രതീക്ഷിക്കുന്ന വരുമാനവും ചെലവും കാണിക്കുന്ന വാർഷിക സാമ്പത്തിക പ്രസ്താവനയെയാണ് എന്ത് പറയുക, ബജറ്റ് എന്ന് പറയാം. ബജറ്റ് ധനമന്ത്രി ലോകസഭയിലാണ് അവതരിപ്പിക്കുന്നത്. വരുമാനവും ചെലവും വിശദമായി പരിശോധിക്കുന്നു. പാർലമെന്റിന്റെ അംഗീകാരം നിർബന്ധമാണ്. ഒരു ബജറ്റ് എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രതീക്ഷിക്കുന്ന വരുമാനവും ചെലവും കാണിക്കുന്ന വാർഷിക സാമ്പത്തിക പ്രസ്താവനയാണ്. നമുക്കറിയാം, എപ്പോഴും ബജറ്റ് എല്ലാ വർഷവും ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്. അപ്പോ ഏകദേശം ഒരു ജൂണ് അല്ലെങ്കിൽ മെയ് ആ സമയത്തൊക്കെയാണ്, മെയ് ജൂൺ കാലഘട്ടത്തിലാണ് വാർഷിക ബജറ്റ് അവതരിപ്പിക്കാറുള്ളത്. അപ്പൊ ആ ബജറ്റ് കഴിഞ്ഞ മാസം ജൂണിൽ ബജറ്റ് അവതരിപ്പിച്ചിരുന്നു അല്ലെ. ധനമന്ത്രി ലോകസഭയിലാണ് അവതരിപ്പിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ വരുമാനവും ചെലവും പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വാർഷിക ബജറ്റ് അവതരിപ്പിക്കുന്നത്. അവിടെ പാർലമെന്റിന്റെ അംഗീകാരം നിർബന്ധമാണ്. ഇതാണ് മണി ബില്ലും ബജറ്റും കേട്ടോ, നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് വരാറുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ലോകസഭ ആൻഡ് രാജ്യസഭ. ലോകസഭയും രാജ്യസഭയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ രാജ്യസഭ ആൻഡ് ലോകസഭ. രാജ്യസഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയായിരിക്കും. അത് പിരിച്ചുവിടാനാകില്ല. സ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. പരോക്ഷമായി തെരഞ്ഞെടുക്കുന്നു. അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയായിരിക്കും. മണി ബില്ലിൽ പരിമിത അധികാരമാണ് രാജ്യസഭയ്ക്കുള്ളത്. കുറഞ്ഞ പ്രായം രാജ്യസഭയിലേക്ക് 30 വയസ്സാണ്. ഇപ്പൊ കുട്ടികളെ, രാജ്യസഭയും ലോകസഭയും തമ്മിലുള്ള താരതമ്യം ചോദിച്ചു കഴിഞ്ഞാല് എന്തൊക്കെയാണ്? ഒരു രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. അതിനെ പിരിച്ചുവിടാൻ കഴിയില്ല. അതായത് സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധീകരിച്ച ആളുകളായിരിക്കും ഉണ്ടാവുക. പരോക്ഷമായിട്ടാണ് തെരഞ്ഞെടുക്കുക, പ്രത്യക്ഷമല്ല. അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി ആയിരിക്കും. മണി ബില്ലിന് രാജ്യസഭയിൽ പരിമിത അധികാരമാണ് ഉണ്ടാവുക. കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 30 വയസ്സായിരിക്കും. അടുത്തത് ലോകസഭ. ലോകസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരമല്ല. 5 വർഷത്തെ കാലാവധി മാത്രമേ ലോകസഭയ്ക്ക് ഉണ്ടാവുള്ളൂ. ലോകസഭ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. നേരിട്ട് തെരഞ്ഞെടുക്കുന്നുണ്ട്. അധ്യക്ഷൻ സ്പീക്കർ ആയിരിക്കും. മണി ബില്ലിൽ കൂടുതൽ അധികാരം ഉണ്ടായിരിക്കും. കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 25 വയസ്സാണ്. അപ്പൊ എന്തൊക്കെയാണ് ആ വ്യത്യാസം? ലോകസഭ ഒരിക്കലും ഒരു സ്ഥിരം സഭയല്ല. 5 വർഷമാണ് കാലാവധി. അത് ജനങ്ങളെയാണ് പ്രതിനിധീകരിക്കുക. നേരിട്ടിട്ടാണ് തെരഞ്ഞെടുക്കുക. രാജ്യസഭ പരോക്ഷമായിട്ടാണ് കേട്ടോ. ഈ നമ്മുടെ നിയമസഭാംഗങ്ങളിൽ നിന്നും ഒരാളെയാണ് രാജ്യസഭയിലെ ഇതായിട്ട് തെരഞ്ഞെടുക്കാറ്. പരോക്ഷമായിട്ടാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കുക കേട്ടോ. ലോകസഭ നേരിട്ടാണ് തെരഞ്ഞെടുക്കുക. അധ്യക്ഷൻ എന്ന് പറയുന്നത് സ്പീക്കർ ആയിരിക്കും. മണി ബില്ലിൽ കൂടുതൽ അധികാരം ലോകസഭയ്ക്കായിരിക്കും. കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 25 വയസ്സാണ്. അടുത്തത് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇന്ത്യൻ പാർലമെന്റിന്റെ ഘടകങ്ങള്: രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ അല്ലെ, ടീച്ചർ പഠിപ്പിച്ചു തന്നു. പിന്നെ രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത് 250 ആണ് കേട്ടോ. 12 പേരെ ആര് നിർദ്ദേശിക്കും? രാഷ്ട്രപതി നിർദ്ദേശിക്കുക ചെയ്യുക. 250 അംഗങ്ങളാണ് രാജ്യസഭയിൽ ഉണ്ടാവുക. ഇനി എന്താണ് കോറം എന്നാൽ എന്ത്? കോറം എന്ന് പറഞ്ഞാല് സഭായോഗം നടത്താൻ ആവശ്യമായ കുറഞ്ഞ അംഗസംഖ്യ 10 ആകെ അംഗങ്ങളുടെ 10-1. 10 ആളുണ്ടെങ്കിൽ അതിലൊന്ന് ഒരാളെങ്കിലും വേണം എവിടെ? സഭായോഗം നടത്താൻ. അപ്പൊ സഭായോഗം നടത്താൻ ആവശ്യമായ കുറഞ്ഞ അംഗസംഖ്യയെയാണ് കോറം എന്ന് പറയുക കേട്ടോ.
അതായത് പാർലമെന്റിൽ സഭായോഗം നടത്താൻ ആവശ്യമായ കുറഞ്ഞ അംഗസംഖ്യയാണ് എന്ത് പറയുക, ക്വാറം എന്ന് പറയാം. ഈ ഗവൺമെന്റ് ബിൽ ആൻഡ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ, അതായത് മന്ത്രി അവതരിപ്പിക്കുന്നത് ഗവൺമെന്റ് ബില്ലായിരിക്കും, മന്ത്രി അല്ലാത്ത അംഗങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലായിരിക്കും കേട്ടോ. ഒരു പാർലമെന്റില് മന്ത്രിമാർ അവതരിപ്പിക്കുന്നത് ഗവൺമെന്റ് ബില്ലും മന്ത്രി അല്ലാത്ത അംഗങ്ങള്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ രാജ്യസഭയില് രാഷ്ട്രപതിക്ക് 12 ആളുകളെ നോമിനേറ്റ് ചെയ്യാം, അത് കലാ സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ അവര് മന്ത്രിമാരല്ല. അപ്പൊ മന്ത്രിമാരല്ലാത്ത അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ബില്ലിനെ പറയുന്ന പേരാണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ. ഇപ്പൊ കുട്ടികളെ, ലോകസഭയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക, രാജ്യസഭയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക ഒക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ. ലോകസഭയിലാണെങ്കിൽ 550 അംഗങ്ങളായിരിക്കും, രാജ്യസഭയിലാണെങ്കിൽ 250 അംഗങ്ങളായിരിക്കും. അതില് 250 അംഗങ്ങളില് എല്ലാ നിയമസഭാംഗങ്ങളെയും, അതായത് എല്ലാ നമ്മളെ സംസ്ഥാനങ്ങളിലെയും നിയമസഭയിൽ നിന്നും വിജയിച്ച ആളുകളെയാണ് അവിടേക്ക് തെരഞ്ഞെടുക്കപ്പെടുക, പരോക്ഷമായിട്ട് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുക. എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭയിൽ നിന്നും വിജയിച്ച ആളുകളെ പരോക്ഷമായിട്ടാണ് രാജ്യസഭയിലേക്ക് നിയമിക്കുക. പിന്നെ 12 പേരെ ആർക്ക് നിയമിക്കാം, നമ്മളുടെ രാഷ്ട്രപതിക്ക് നിയമിക്കാം. ആ 12 പേര് എങ്ങനെയുള്ളവരായിരിക്കും, കലാ സാഹിത്യം, സ്പോർട്സ്, അങ്ങനെ എഴുത്തുകാരെ, അങ്ങനെ വലിയ നല്ല മേഖലയിലുള്ള ആളുകളെയാണ് ഈ 12 പേര് രാഷ്ട്രപതി നിയമിക്കുക. പക്ഷെ നമ്മളുടെ ഗവൺമെന്റ് ബില്ലും പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലും എങ്ങനെയാണ്, ഒരു മന്ത്രിയാണ് ബില്ല് അവതരിപ്പിക്കുന്നത് വെച്ചാൽ അതിന് ഗവൺമെന്റ് ബില്ല് എന്ന് പറയും. എന്നാല് ഈ രാഷ്ട്രപതി തെരഞ്ഞെടുത്ത മന്ത്രി അല്ലാത്ത ആളുകള് ഒരു ബില്ല് അവതരിപ്പിക്കുക വെച്ചാൽ അതിനെ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്നാണ് അറിയപ്പെടുക. എപ്പോഴും പരീക്ഷയ്ക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുക രാജ്യസഭയും ലോകസഭയും തമ്മിലുള്ള താരതമ്യം കേട്ടോ. രാജ്യസഭയുടെ പ്രത്യേകത സ്ഥിരം സഭയാണ്, പിരിച്ചുവിടാനാകില്ല, സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്, പരോക്ഷമായിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്, അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ആയിരിക്കും, മണിബില്ലിന് പരിമിത അധികാരം, കുറച്ച് അധികാരമാണ് മണിബില്ലിന് ഉണ്ടാവുള്ളൂ, കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. ലോകസഭയുടെ പ്രത്യേകത സ്ഥിരമല്ല, 5 വർഷത്തെ കാലാവധിയാണ്, ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു, നേരിട്ട് തിരഞ്ഞെടുക്കുന്നു, അധ്യക്ഷൻ സ്പീക്കർ ആയിരിക്കും, മണിബില്ലിൽ കൂടുതൽ അധികാരം ഉണ്ടായിരിക്കും, കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മണിബില്ലും ബജറ്റും നിയമനിർമ്മാണ നടപടിക്രമം എന്ന് പറഞ്ഞാല് ഒരു ബില്ല് നടപ്പാക്കുമ്പോഴുള്ള ഘട്ടങ്ങളാണ്. ആദ്യം 2, 3, പിന്നെ രീതി രാഷ്ട്രപതിയിലേക്ക് എത്തിക്കുക, പിന്നെ പാർലമെന്റിന്റെ പ്രധാന പ്രവർത്തനങ്ങള്, നിയമനിർമ്മാണ പ്രവർത്തനം, കാര്യനിർവാഹക നിയന്ത്രണം, സാമ്പത്തിക പ്രവർത്തനം, ഭരണഘടനാ ഭേദഗതി, മറ്റവകാശങ്ങൾ. ലോകസഭാ സ്പീക്കറുടെ പ്രധാന അധികാരങ്ങൾ, സഭയെ നിയന്ത്രിക്കുക, അവകാശ സംരക്ഷണം, കാസ്റ്റിംഗ് വോട്ട്, സംയുക്ത സമ്മേളനം. പിന്നെ ലോകസഭയുടെ പ്രത്യേകത, രാജ്യസഭയുടെ പ്രത്യേകത, പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ഘടനകൾ ഏതൊക്കെയെന്ന്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് റെക്കോർഡിംഗ് ക്ലാസ് കേട്ടതിന് ശേഷം എന്ത് അഭിപ്രായം നിങ്ങൾക്ക് തോന്നിയ എന്ത് കാര്യം നിങ്ങൾക്ക് അഭിപ്രായം പറയാവുന്നതാണ്. കൂടുതൽ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലൈവ് സെക്ഷൻ വെക്കുമ്പോൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മളുടെ പൊളിറ്റിക്കൽ സയൻസിലെ അടുത്ത ചാപ്റ്ററിന്റെ വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.